നമ്മുടെ പുതിയ ടോപ്പിക്ക് അല്ലെ നമ്മുടെ മൊഡ്യൂൾ 2ലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കെ നിയറസ്റ്റ് നെയ്ബേഴ്സ്. നമ്മൾ കോമൺലി KNN എന്നാണ് വിളിക്കുക. അതാണ് നമ്മൾ അടുത്തതായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കോഴ്സ് ഔട്ട്കംസ് നോക്കാം. സൂപ്പർവൈസറിലാണെങ്കിൽ വരുന്ന ഒന്നാണ് നമ്മുടെ KNN എന്ന് പറയുന്നത്. സോ ഓക്കെ, KNN നമ്മൾ ബോത്ത് റിഗ്രഷൻ, അതായത് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ രണ്ട് കാറ്റഗറീസ് ആയിട്ടുള്ള റിഗ്രഷനിലും ക്ലാസിഫിക്കേഷനിലും നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ദീസ് ആർ ദ ലേണിംഗ് ഔട്ട്കംസ്. അതായത് നമ്മളിത് പഠിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയറസ്റ്റ് നെയ്ബർ എന്താണ്, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, മെജോറിറ്റി വോട്ടിംഗ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ബേസിക് ഐഡിയയിലേക്ക് നോക്കാം. KNN എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് പുതുതായിട്ടൊരു ഡേറ്റ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഏത് ക്ലാസ്സിലേക്കാണ് അല്ലെങ്കിൽ ഏത് ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത് എന്ന് നോക്കുന്നത് ചുറ്റുമുള്ള ആൾക്കാർ, അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയിലേക്കായിരിക്കും. പറഞ്ഞത് കൺഫ്യൂഷൻ ആണ്. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ നമ്മുടെ ഈ സ്റ്റാർ ആണ് പുതുതായിട്ട് വന്ന ഒരു ഡേറ്റ പോയിന്റ്. മറ്റൊക്കെ എക്സിസ്റ്റിംഗ്ലി ക്ലാസിഫൈ ചെയ്ത കുറച്ച് ആൾക്കാരാണ്. അപ്പൊ ഈ സ്റ്റാർ നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സ്റ്റാറിന് ഇവിടെ എല്ലാ പോയിന്റുകളും സ്റ്റാർ ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ്, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് അളക്കുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കാൻ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ എല്ലാ പോയിന്റ്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ KNN അകത്ത് K എന്ന് പറയുന്ന വാല്യൂ അത് ആണ് നമ്മുടെ ഒരു മേജർ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ Kയുടെ വാല്യൂ 5 ആണെന്നിരിക്കട്ടെ. അതിനർത്ഥം നമ്മൾ ഈ ഡിസ്റ്റൻസ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഏറ്റവും ചെറിയ 5 ഡിസ്റ്റൻസുകൾ എടുക്കുക. ആ 5 ഡിസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ ഏതാണോ ആ ക്ലാസ് ആയിരിക്കും പുതിയ ഡേറ്റ പോയിന്റിന്റെ ക്ലാസ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ക്ലാസ്സുകൾ ഈ ഒരു സർക്കിൾ നോക്കുക. ഈ സർക്കിളിനകത്ത് നമ്മൾ ഏറ്റവും അടുത്തുള്ള 5 പോയിന്റുകൾ എടുത്ത് വെച്ചേക്കുവാണ്. ഇതിനകത്ത് ഗ്രീൻ സ്ക്വയേഴ്സ് ആണ് കൂടുതൽ കൗണ്ട് അല്ലേ. സോ അതൊരു ക്ലാസ് ആണ്. ബ്ലൂ എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ് ആണ്, ക്ലാസ് A ആൻഡ് ക്ലാസ് B. നമ്മുടെ സ്റ്റാറിന്റെ അടുത്ത് ഏറ്റവും ചെറിയ 5 ഡിസ്റ്റൻസ് പോയിന്റുകൾ എടുക്കുമ്പോൾ അതിൽ 3 എണ്ണവും എന്താണ്, ഗ്രീൻ ക്ലാസ് ആണ്. സോ നമ്മൾ എന്തു പറയുന്നു, നമ്മുടെ പുതിയ പോയിന്റും ആ ക്ലാസ്സിലേക്കായിരിക്കും വരിക. ഇതാണ് സിംപിളി പറഞ്ഞാൽ KNN. ഓക്കെ, ഇത്ര ഉള്ളൂ KNN. അപ്പം KNNന്റെ ഒരു ഓവറോൾ ഐഡിയ മനസ്സിലായില്ലേ? സോ അപ്പൊ നമുക്കൊന്ന് പറയാം KNN എന്താണെന്നുള്ളത്. ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ റിഗ്രഷനും വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നു. നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും അടുത്തുള്ള നെയ്ബേഴ്സിനെ നോക്കി ആ നെയ്ബേഴ്സ് K വാല്യൂ വെച്ച് അവരുടെ കൗണ്ട് എടുക്കുന്നു. ഏറ്റവും അടുത്തുള്ള ഇപ്പൊ K5 ആണ്, ഏറ്റവും അടുത്തുള്ള 5 പേരെ എടുക്കുന്നു. ആ 5 പേരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ്സിലായിരിക്കും നമ്മുടെ പുതിയ ഡേറ്റ പോയിന്റ്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു മെത്തേഡ്. ഓക്കെ, സോ KNNന്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ് ആണ്. അതായത് അതൊരിക്കലും എന്താ ചെയ്യുന്നില്ല, ഡു നോട്ട് ഒരു മോഡൽ. അത് ഏറ്റവും നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റ് ലേണിംഗ് പോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പകരം ഡേറ്റ പോയിന്റ്സിനെ എല്ലാം റിമെമ്പർ ചെയ്ത് എപ്പോഴാണോ അതിൻ്റെ ഒരു ആവശ്യം വരുന്നത് ആ സമയത്ത് മാത്രമായിരിക്കും നമ്മൾ ആ ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. പക്ഷെ ലെന്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന ഒരു പേരാണ് ലേസി ലേണിംഗ്. അതായത് ഭയങ്കര മടിയനാണ്. ഒരു മോഡൽ ജനറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും പുള്ളി ഏറ്റെടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഡേറ്റ പോയിന്റ്സിനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആവശ്യം വരുമ്പോൾ അന്നേരം മാത്രം കാൽക്കുലേഷൻ നടത്തി ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിങ് കൂടുതലായിരിക്കും. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്, ലേസി ലേണിംഗ്. ഇറ്റ് പോസ്റ്റ്പോൺസ് ദ കമ്പ്യൂട്ടേഷൻ അണ്ടിൽ എ പ്രഡിക്ഷൻ വേണ്ടപ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടേഷൻ നടത്തുന്നു. അതുപോലെ തന്നെ നോൺ പാരാമെട്രിക് അൽഗോരിതമാണ്. അത് എന്ത് ടൈപ്പ് ഓഫ്, അതായത് ഇന്ന ആളുടെ കൂടെ മാത്രമേ ഞാൻ വർക്ക് ചെയ്യൂ അങ്ങനെയൊന്നുമില്ല. ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ വന്നാലും ഹാൻഡിൽ ചെയ്യാൻ KNN കൊണ്ട് പറ്റും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഉള്ള ഇവിടുത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡിസ്റ്റൻസ് ബേസ്ഡ് ആണ്. നമ്മൾ അതിനായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പല ടൈപ്പ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ മിൻകോവിസ്കി, മൻഹട്ടൻ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ രീതിയിലെല്ലാമാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഇതിന്റെ ഒരു
വർക്കിംഗ് സിമുലേഷൻ ആണ് കാണിക്കുന്നത്. പുതിയ പോയിന്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. 3 പോയിന്റ് കെയുടെ വാല്യൂ നമ്മൾ അവിടെ 3 കൊടുത്തുകൊണ്ട് അടുത്തുള്ള 3 പോയിന്റുകളെ കണ്ടുപിടിക്കുന്നു. അപ്പൊ അടുത്തുള്ള 3 പോയിന്റിനെ കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 2 ബ്ലൂ 1 ഗ്രീനുമാണ്. സോ ബ്ലൂ കളർ ഏത് ക്ലാസ് ആണോ അതിലേക്കായിരിക്കും പോവുക. സോ ബ്ലൂ കളർ ക്ലാസ് എ ആണ്. അപ്പൊ നമ്മുടെ ന്യൂ പോയിന്റ് ഏതിലേക്ക് പോകുന്നു? ക്ലാസ് എയിലേക്ക് പോകുന്നു. ഓക്കെ. സോ ലേസി ലേണർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെഷീൻ ലേണിംഗ്, അതായത് സാധാഗതിയിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം ഒരു ട്രെയിനിങ് ഡാറ്റാ സെറ്റിൽ നിന്നും അൽഗോരിതം ഐഡന്റിഫൈ ചെയ്യുന്നു, അവിടെ നിന്നും ഒരു മോഡലിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആ മോഡലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ KNN ചെയ്യുന്ന എന്താണ്? പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും. എപ്പോഴാണോ നമുക്ക് ആ ഡേറ്റ കൊണ്ട് ഒരു ആവശ്യം വരുന്ന അന്നേരം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഒക്കെ എല്ലാ പോയിന്റുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ടൈം വളരെ കൺസ്യൂമിങ് ചെയ്യുന്നുണ്ട് കമ്പയർ ടു ദാറ്റ് മെഷീൻ ലേണിംഗ് മോഡൽസ്. ഓക്കെ. അതുകൊണ്ട് തന്നെ KNN നമ്മൾ ലേസി ലേണർ എന്ന് വിളിക്കുന്നു. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എല്ലാ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്യുന്നത് ട്രെയിനിങ് ഡേറ്റ എടുക്കുന്നു, അവിടെ നിന്നും അൽഗോരിതം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ KNN എന്താണ് ചെയ്യുന്നത്? ഡസ് നോട്ട് ബിൽഡ് എ മോഡൽ ആൻഡ് സിംപ്ലി സ്റ്റോർ ദ എൻറ്റയർ ട്രെയിനിങ് ഡേറ്റ. When a query or a new test data comes, it looks at all the stored data and it finds the nearest neighbor of the query and it predicts the class during majority vote. ഇതാണ് അത് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ മെത്തേഡാണ് അവിടെ പറഞ്ഞേക്കുന്നത്. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലേസി ലേണർ എന്ന് വിളിക്കുന്നു. പിന്നെ KNNന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. സോ നോക്കിയേ, ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഡേറ്റാസിനെ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ രണ്ടാമത് ഒരു പുതിയ ഡേറ്റ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഒരു പുതിയ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ പുതിയ ഡേറ്റയും നിലവിൽ ഇരിക്കുന്ന ഡേറ്റാസ് എല്ലാമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്റ്റൻസിനെ അസെൻഡിങ് ഓർഡറിൽ വെച്ച് എല്ലാവരെയും ക്ലാസ്സിനെ എല്ലാം അറേഞ്ച് ചെയ്യും. അതിനുശേഷം കെയുടെ വാല്യൂ എത്രയാണോ അതനുസരിച്ച് നമ്മൾ ആ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ സെറ്റുകൾ, അതായത് K=3 ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ഡേറ്റ, K=5 ആണെങ്കിൽ ആദ്യത്തെ 5 ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഡേറ്റാസിനെ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഓരോ കാറ്റഗറിയിലുള്ളവരെയും നമ്മൾ കൗണ്ട് ചെയ്യും. എയും ബിയും ആണ്. എ ക്ലാസ്സിൽ എത്ര പേരുണ്ട്, ബി ക്ലാസ്സിൽ ആ 5 എണ്ണത്തിൽ എത്ര പേരുണ്ടെന്ന് നോക്കുന്നു. അതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കൗണ്ട് ആ ക്ലാസ്സിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പൊ ഇത്ര നേരം പറഞ്ഞ സെയിം തന്നെ നമ്മൾ റൂൾസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനായിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണ്. യൂക്ലീഡിയൻ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. √i=1 to n pi - qi². അപ്പൊ ഈ ഒരു രീതിയിൽ നിന്നാണ് നമ്മൾ 2 പോയിന്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. K=3, അതായത് നമ്മൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന 3 ക്ലാസ്സിനെയാണ് നോക്കുന്നത്. സോ അപ്പൊ ഏറ്റവും അടുത്ത് ആരാ കിടക്കുന്നതെന്ന് അറിയണേ എന്ത് ചെയ്യണം? നമ്മുടെ പുതിയ പോയിന്റും ഇവിടെയുള്ള A, B, C, D, E ഈ 5 പോയിന്റുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ Pയും Aയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ 5, Pയുടെ എക്സ് വാല്യൂ 5ഉം Aയുടെ എക്സ് വാല്യൂ 2ഉം 5 - 2 പ്ലസ് Pയുടെ Y വാല്യൂവും Aയുടെ Y വാല്യൂ 4 - 3. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് എക്ക് പിയുമായിട്ടുള്ള ഡിസ്റ്റൻസ്, ബിക്ക് പിയുമായിട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും ചെറിയ 3 ഡിസ്റ്റൻസ് നോക്കാം. ഇപ്പൊ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. 3 അതിലും വലുതാണ്. അപ്പൊ ഏറ്റവും ചെറിയ 3 ഡിസ്റ്റൻസുകൾ ഏതാണ്? ഇവര് 3 പേരുമാണ്. ഇനി ഇവര് 3 പേരുടെയും ക്ലാസ് നോക്കുക. 2 പേര് ബിയും ഒരാള് എയും ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ക്ലാസ് ഏതായിരിക്കും? ബി ആയിരിക്കും. കാര്യം ബി ക്ലാസ് ആണ് അവിടെ കൂടുതലുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മുടെ KNN വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കുക, നമുക്ക് 5 സ്റ്റുഡൻസിന്റെ ഡേറ്റ തന്നിട്ടുണ്ട്. അവർ പഠിക്കുന്ന സമയം അത് വെച്ച് അവർ പാസ് ആവുമോ ഫെയിൽ ആവുമോ നോക്കണം. അപ്പോൾ 1 മണിക്കൂറും 2 മണിക്കൂറും പഠിക്കുന്ന 2 കുട്ടികൾ എയും ബിയും ഫെയിൽ ആവുന്നു, ബാക്കി 3 പേരും പാസ്സാവുന്നു. അങ്ങനെയാണ് എങ്കിൽ 2.5 മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടി പാസ്സാകുമോ ഫെയിൽ ആകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റിന്റെ ഒരു പാറ്റേൺ വരിക. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് 3 രീതിയിലുള്ള മെഷറിംഗ് സിമിലാരിറ്റീസ് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് യൂക്ലീഡിയൻ, മോസ്റ്റ് കോമൺലി യൂസ്, ദെൻ മൻഹട്ടൻ ഡിസ്റ്റൻസ് ആൻഡ് മിൻകോവ്സ്കി ഡിസ്റ്റൻസ്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മുടെ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണ്. ആസ് യൂഷ്വൽ നമ്മളെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിക്കുന്നതാണ്. നമുക്ക് 2 പോയിന്റ് ഉണ്ട്, എയും ബിയും. എയുടെ
2 3 x1 എയുടെ എക്സ് വാല്യൂ 2ഉം എയുടെ വൈ വാല്യൂ 3യുമാണ്, ബിയുടെ എക്സ് വാല്യൂ 5ഉം ബിയുടെ വൈ വാല്യൂ 7ഉമാണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമുക്ക് 2 പോയിന്റ്സ് ആണുള്ളത് അല്ലേ? സോ i is equal to 1 to 2. അപ്പോൾ x2 മൈനസ് x1 y2 മൈനസ് y1 ഈ രീതിയിലായിരിക്കും നമ്മുടെ ഇക്വേഷൻസ് പോവുക. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ √(x2 മൈനസ് x1 the whole square) എത്രയായിരിക്കും വരിക? 5 മൈനസ് 2. അതുപോലെ തന്നെ √(y2 മൈനസ് y1 the whole square) 7 മൈനസ് 3. കറസ്പോണ്ടിംഗ്ലി 9 പ്ലസ് 16 √25 5. അപ്പം നമ്മുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മളവിടെ 2 പോയിന്റുകൾ തമ്മിൽ കണ്ടുപിടിച്ചു. എത്രയാണ്? 5 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂക്ലീഡിനകത്ത്. നെക്സ്റ്റ് വൺ മെത്തേഡാണ് മൻഹട്ടൻ എന്ന് പറയുന്നത്. അപ്പം മൻഹട്ടനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂക്ലീഡിന്റെ അകത്ത് പോലെ ഇങ്ങനത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒരിക്കലും കണ്ടുപിടിക്കില്ല. ഇവിടെ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് അത് ട്രാവൽ ചെയ്യുന്ന ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഈ 2 രീതി മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഡയഗണലി അത് പോകാറില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് മെഷർ ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the 2 points. It only travel horizontally and vertically. ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും മാത്രമേ അത് ട്രാവൽ ചെയ്യത്തുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് മൻഹട്ടൻ ഉള്ളത്. എന്ത് ചെയ്താൽ മതി? 2 പേരുടെയും എക്സ് വാല്യൂസും 2 പേരുടെയും വൈ വാല്യൂസും തമ്മിൽ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബിയുടെ എക്സ് വാല്യൂവും എയുടെ എക്സ് വാല്യൂവും 5 മൈനസ് 1 പ്ലസ് ബിയുടെ വൈ വാല്യൂ എയുടെ വൈ വാല്യൂ 4 മൈനസ് 2. ഇപ്പൊ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഒരിക്കലും നെഗറ്റീവ്സ് വരാറില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ മോഡുലസ് ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്നത്. മൈനസ് വന്നാൽ നിങ്ങൾക്കത് ആ വാല്യൂ മാത്രമായിട്ട് എടുക്കാം. സോ 4 പ്ലസ് 2 6 ആയിരിക്കും ആ 2 പോയിന്റ്സ് തമ്മിലുള്ള മൻഹട്ടൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ മൻഹട്ടനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. നോക്കുക. യു ക്യാൻ മൂവ് ഓൺലി ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി, നോ ഡയഗണൽ മൂവ്മെന്റ്സ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൻഹട്ടന്റെ റൂൾസ് പറയുമ്പോൾ. വിഷ്വൽ കമ്പാരിസണും കണ്ടതുണ്ടോ? ഇവിടെ ഇപ്പൊ ഇത് ഹൊറിസോണ്ടലി പോകുന്നു, വെർട്ടിക്കലി പോകുന്നു, ഹൊറിസോണ്ടലി പോകുന്നു, വെർട്ടിക്കലി പോകുന്നു. ഇങ്ങനെയാണ് അത് പൊക്കോണ്ടിരിക്കുന്നത്. അല്ലാതെ എന്താ എ ടു ബി ഡയറക്റ്റ് പോകുന്നില്ല. ഓക്കെ. അപ്പൊ മൻഹട്ടൻ ഇക്വേഷൻ എപ്പോഴും വരുന്നത് മോഡുലസ് ഓഫ് x1 മൈനസ് x2. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. x1 മൈനസ് x2 എന്നോ x2 മൈനസ് x1 എന്നോ എടുത്താലും തെറ്റില്ല. ആൻഡ് പ്ലസ് y2, അതായത് y കമ്പോണൻസും x കമ്പോണൻസും തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂസിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് മൻഹട്ടൻ ഡിസ്റ്റൻസ്. ഓക്കെ. സോ മൻഹട്ടൻ ഡിസ്റ്റൻസിന്റെ ഫോർമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. രണ്ടിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സമ്മേഷൻ എടുക്കുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് മിൻകോവിസ്കി. മിൻകോവിസ്കി എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മെട്രിക്സ് ആണ്. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഒരു സ്പെഷ്യൽ കണ്ടീഷനിൽ മിൻകോവിസ്കി ചിലപ്പോൾ എന്താകും? മൻഹട്ടൻ ഡിസ്റ്റൻസ് ആകും. ചില കേസുകളിൽ അത് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആകും. ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് പി. അവിടെ നമുക്ക് പി എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ മിൻകോവിസ്കിയിൽ പിയുടെ വാല്യൂ 1 ആവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പവർ വാല്യൂ എന്തായി പോകും? 1/1 1 ആവും. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങ് അവിടുന്ന് മൊത്തത്തിൽ അങ്ങ് നമുക്ക് റിജക്ട് ചെയ്യാം. പിന്നെ ഈ പിയും 1 ആയി കഴിഞ്ഞാൽ ഇതും അങ്ങ് മാറും. പിന്നെ പോയിട്ട് എന്തേ ഉള്ളൂ? xi മൈനസ് y. ഈ ഇക്വേഷൻ നമ്മൾ എവിടാ കണ്ടത്? മൻഹട്ടനിലാണ് കണ്ടത്. സോ അതാണ് ഇവിടെ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. p = 1 ആണെങ്കിൽ അത് മൻഹട്ടൻ ഡിസ്റ്റൻസ് ആണ്. ഇനി നെക്സ്റ്റ്, പിയുടെ വാല്യൂ 2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? 1/2 എന്ന് വരും. അപ്പോൾ ഒരു വാല്യൂ റേസ് ടു 1/2 എന്ന് പറയുന്നത് എന്താ? കേട്ടിട്ടുണ്ടോ? √(x) അതായത് നമുക്ക് √(x) എന്തെന്ന് പറയാം? x⁻²² എന്ന് പറയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് റൂട്ട് എഴുതുന്നതിന് പകരം നമുക്ക് പവർ 1/2 എന്ന് എഴുതാം അല്ലേ? എല്ലാവരും ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഈ പി അങ്ങോട്ട് 1/2 ആവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഏതിനകത്തിടാം? ഇങ്ങനെ റൂട്ടിനകത്തിടാം. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? പിയുടെ വാല്യൂ എന്താവും? 2 ആകും. അതായത് xi മൈനസ് y the whole square. അത് ഏത് ഇക്വേഷൻ ആയിരുന്നു? യൂക്ലീഡിയൻ ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് 2 കേസ്. അതായത് നമ്മുടെ മിൻകോവിസ്കി ഇക്വേഷനകത്ത് പിയുടെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? മൻഹട്ടൻ ഡിസ്റ്റൻസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ പിയുടെ വാല്യൂ 2 ആയി കഴിഞ്ഞാൽ അത് യൂക്ലീഡിയൻ ഡിസ്റ്റൻസും ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ 3 ഡിസ്റ്റൻസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്.
അപ്പം അതിൻ്റെ എങ്ങനെയാണ് അത് യൂക്ലീഡിനാകുന്നത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെ ഒന്ന് പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. സെയിം കാര്യം തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് ഇക്വേഷനായിട്ട് മാറുന്നത് എന്നുള്ളത് നോക്കി. റൂട്ടും അതുപോലെ തന്നെ p ഈക്വൽ ടു 1 ആണെങ്കിൽ xi മൈനസ് yi ആയിട്ട് മാറുന്ന രണ്ട് കേസുകൾ. ഓക്കെ, സോ നമുക്ക് KNNന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ. കോളേജ് വാണ്ട് ടു പ്രെഡിക്ട് വെദർ എ സ്റ്റുഡന്റ് വിൽ പാസ് ഓർ ഫെയിൽ ബേസ്ഡ് ഓൺ ദ സ്റ്റഡി അവേഴ്സ് ആൻഡ് ദ അറ്റൻഡൻസ്. രണ്ട് ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ്. സോ വി യൂസ് ദ k നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഡിസ്റ്റൻസ് മെട്രിക്സ് എടുക്കാനുള്ളത് അവർ ക്വസ്റ്റിനിൽ തന്നെ തന്നിരിക്കുന്നത് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ കെയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ തരും. സോ k ഈസ് ഈക്വൽ ടു 3 ആൻഡ് ദ ട്രെയിനിങ് ഡാറ്റ സെറ്റ് ഓൾസോ അവൈലബിൾ. നമുക്ക് ABCDE എന്ന് പറഞ്ഞ 5 സ്റ്റുഡൻസ്, അവരുടെ സ്റ്റഡി അവേഴ്സ് തന്നിട്ടുണ്ട്, അറ്റൻഡൻസും തന്നിട്ടുണ്ട്, അവർ ഏത് ക്ലാസ്സിലാണ് വരുന്നത്. അപ്പം എയും ബിയും ഫെയിലാണ്, CDE പാസുമാണ്. നമുക്കിനി പുതിയൊരു വാല്യൂ ക്വസ്റ്റിനിൽ തന്നെ തരുവാണ്. ഒരു പുതിയ കുട്ടി വരുന്നു. എന്താണ് അവിടെ പറഞ്ഞേക്കുന്നത്? 4, സ്റ്റഡി അവർ 4ഉം അറ്റൻഡൻസ് 8ഉം വരുന്നു, 80%. അങ്ങനെയാണ് എങ്കിൽ ആ കുട്ടി പാസ്സാവോ ഫെയിൽ ആവുമോ? അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എല്ലാവരുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ പുതിയ കുട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? നമുക്ക് നമ്മുടെ വാല്യൂസ് തന്നേക്കുന്നത് എന്താണ്? 4ഉം 8ഉം. അതായത് പുതിയ സ്റ്റുഡന്റിന്റെ സ്റ്റഡി അവർ 4ഉം അറ്റൻഡൻസ് 80. സ്റ്റുഡന്റ് എയുടെ സ്റ്റഡി അവർ 20. അതായത് ആ ഓർഡേർഡ് പേരിൽ ആദ്യം എഴുതിയിരിക്കുന്ന വാല്യൂ നമ്മുടെ സ്റ്റഡി അവർ ആണ്. നിങ്ങൾ ആ ടേബിൾ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 260, 370, 575, 690 ഈ രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അത് ഓർഡേർഡ് പെയറായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 4 മൈനസ് 2, അതല്ലേ 4 മൈനസ് 2ഉം അടുത്തത് എന്തായിരിക്കും? 80 മൈനസ് 60 ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്യുന്നു. എയും പുതിയ പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് 20.10. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? സ്റ്റുഡന്റ് ബിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 4 മൈനസ് 3 അല്ല അവിടെ എഴുതിയേക്കുന്നത് നോക്കിയേ. 4 മൈനസ് 3. അടുത്തത് 80 മൈനസ് 70 എടുക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. 10.05. അടുത്തത് സി സ്റ്റുഡൻറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസും ഇതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡിയുടെ കേസിലും ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇയുടെ കേസിലും ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്റ്റൻസുകൾ നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയേക്കുവാണ്. അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഓർഡറിലല്ല കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഡിസ്റ്റൻസുകളെ, അതായത് ഡിസ്റ്റൻസിന്റെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ക്ലാസ്സുകളെ ഇവിടെ അറേഞ്ച് ചെയ്തത് കൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത്. ഇപ്പം നോക്കാം, നമുക്ക് കെയുടെ വാല്യൂ എത്രയാണ് ക്വസ്റ്റിനിൽ തന്നിരുന്നത്? കെയുടെ വാല്യൂ നമുക്ക് തന്നത് 3 ആയിരുന്നു അല്ലേ? 3 ആണ് നമുക്ക് തന്നേക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? 3 ഏറ്റവും അടുത്ത് കിടക്കുന്നതിൽ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ഉള്ള 3 ക്ലാസ്സുകളെ നമ്മൾ ചൂസ് ചെയ്യുന്നു. 3 ക്ലാസ്സുകളെ ചൂസ് ചെയ്തപ്പം ആ 3 ക്ലാസ്സുകളിൽ 2 പേര് എവിടെയാണ്? പാസ്സാണ്, ഒരാൾ ഫെയിലാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? നമ്മുടെ പുതിയത് പ്രെഡിക്റ്റഡ് ക്ലാസ് പാസ്സായിരിക്കും. കാര്യം ഇവിടെ കൗണ്ട് കൂടുതൽ ആർക്കാണ്? പാസിനാണ് കൗണ്ട് കൂടുതൽ. അതുകൊണ്ട് അതെല്ലാം പാസ്സായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കാം. ഇവിടെ നോക്കിയേ, ഇതിപ്പോൾ k ഈസ് ഈക്വൽ ടു 3യുടെ കേസാണ്. അപ്പോൾ k ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിലോ? k ഈക്വൽ ടു 1 ആണ്. നമ്മുടെ ഈ ടേബിളിനകത്ത് നോക്കിയേ, ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് 5.10 ആണ്. അപ്പോൾ k ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ക്ലാസ് പാസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ പുതിയ ക്ലാസ് ഏതിലേക്ക് വരും? പാസിലേക്ക് വരും. ഇനി k ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വാല്യൂസും നമ്മൾ എടുക്കും. ആകെ 5 ഉള്ളപ്പോൾ 5 നമ്മൾ അങ്ങ് എടുക്കുന്നു. ഇതിൽ 3 പാസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി? പുതിയ ആളും പാസ്സായിട്ട് മാറി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ k ഡിസ്റ്റൻസ് KNNന്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. k ഈക്വൽ ടു 1 ആണ്, പ്രഡിക്ഷൻ പാസ്സാണ്. അതുപോലെ തന്നെ k ഈക്വൽ ടു 5 ആണെങ്കിലും നമ്മുടെ പ്രഡിക്ഷൻ പാസിലേക്കായിരിക്കും വരുന്നത്. ഇനി അടുത്തത് ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു പുതിയ സ്റ്റുഡന്റ് വരുവാണ്. അപ്പൊ നമുക്ക് 3-8 ആണ്, അതായത് 3 അവേഴ്സ് സ്റ്റഡിയും 68 അവേഴ്സ് 68% അറ്റൻഡൻസ്. അപ്പൊ ആ കുട്ടി പാസ്സാകുമോ ഇല്ലയോ? ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന k ഈക്വൽ ടു 1, k ഈക്വൽ ടു 3, k ഈക്വൽ ടു 5. ഈ 3 കേസും നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം.
നമുക്ക് ട്രെയിനിങ് ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്. A to E സ്റ്റുഡൻ്റ് ഉണ്ട്, സ്റ്റഡി അവേഴ്സ് തന്നിട്ടുണ്ട്, അറ്റൻഡൻസ് തന്നിട്ടുണ്ട്, അവരുടെ ക്ലാസ്സും തന്നിട്ടുണ്ട്. ഇനി എന്താ നോക്കേണ്ടത്? നമ്മുടെ സ്റ്റുഡൻറ്റ്, അതായത് ന്യൂ സ്റ്റുഡൻറ്റ് ഇസ് ഈക്വൽ ടു 368. അതാണ് നമ്മുടെ പുതിയ ടെസ്റ്റ് സാമ്പിൾ. നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ 368 എന്ന് പറയുന്ന വാല്യൂ, ഈ 368നെ ആദ്യം എയുമായിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. എയുടെ വാല്യൂസ് എന്താണ്? അതായത് 260 എന്ന് പറയുന്ന പെയറും 368 നമ്മൾ ഡിഫറൻസ് എടുക്കുന്നു. 3യും 70യുമായിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. 5ഉം 75ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. 6ഉം 90 ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. 7ഉം 85ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇത്രയും ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഡിസ്റ്റൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെയാണ് കാൽക്കുലേഷനാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമ്മളിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവരുടെയും ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ കിട്ടും. ആ ഡിസ്റ്റൻസ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ഇവിടെ എഴുതിയേക്കുവാണ്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും, ചെറിയ ഡിസ്റ്റൻസ് മുകളിലും വലിയ ഡിസ്റ്റൻസ് താഴെയാണ്. അപ്പോൾ K = 1 ആണെങ്കിൽ നമുക്ക് ആൻസർ നോക്കണ്ട. K = 1 ആണെങ്കിൽ നമ്മൾ എത്ര എടുക്കുകയുള്ളൂ? ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, അതേതാ? 2, അതെടുക്കുന്നു. അതിൻ്റെ ക്ലാസ് ഫെയിലാണ്. സോ നമ്മുടെ പുതിയ ആളും ഫെയിലിലേക്ക് വരും. ഇനി അടുത്തത് K = 3 ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ചെറിയ ഡിസ്റ്റൻസ് എടുക്കുന്നു. അതിൽ 2 പേര് ഫെയിലാണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പുതിയ ക്ലാസ്സും ഫെയിലായിട്ട് പോകുന്നു. ഇനി അടുത്തത് ആദ്യത്തെ 5 എണ്ണം എടുക്കുന്നു. 5 എണ്ണമേ നമുക്കുള്ളൂ. അതിൽ ഫെയിൽ 2 എണ്ണം ഉള്ളൂ, പക്ഷെ പാസ് 3 എണ്ണം. അപ്പോൾ പാസിനല്ലേ കൂടുതൽ കൗണ്ട് വന്നേക്കുന്നേ. അതുകൊണ്ട് എന്തായി? നമ്മുടെ പുതിയ ക്ലാസ്സും എങ്ങോട്ട് വരുന്നു? പാസിലേക്ക് വരുന്നു. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ? K = 1 ആണെങ്കിൽ ഫെയിൽ, K = 3 ആണെങ്കിലും ഫെയിൽ, പക്ഷെ K = 5 പാസ്സാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, കെയുടെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ അത് ഓവർ ഫിറ്റിംഗ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമുക്കൊരു നിസ്സാരം ചെറിയൊരു വാല്യൂവിനായിരിക്കും അത് പാസോ ഫെയിലിലേക്കോ പോകുന്നത്. ഇനി കൂടുതൽ വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്തായിപ്പോൾ? അണ്ടർ ഫിറ്റിംഗ് ആയിപ്പോൾ ആക്യുറസി വളരെ കുറവായിരിക്കും. സോ നമുക്കിതിന് ഒരു സൊല്യൂഷൻ ഉള്ളത്, എന്നിൻ്റെ വാല്യൂ, അതായത് ഇപ്പം n എന്ന് പറയുന്നത് ടോട്ടൽ ഡേറ്റ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുക, നമ്മുടെ ടോട്ടൽ ഡേറ്റ പോയിന്റ്സ് 25 ആണെങ്കിൽ K എത്രയായിരിക്കും എടുക്കേണ്ടത്? √25 5 ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ തരുമ്പോഴും നിങ്ങൾ ആ രീതിയിൽ എടുക്കുക. മോസ്റ്റ് യൂഷ്വലി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും തരും, ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് തന്നെ നമുക്ക് എടുക്കേണ്ട വാല്യൂസ് എന്താണെന്നുള്ളത് അവർ തരും. കെയുടെ വാല്യൂ എപ്പോഴും തരും. ഇനി തന്നിട്ടില്ല എന്നുള്ള ഇങ്ങനെയായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓഡ് നമ്പേഴ്സ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇനി ഇങ്ങനെയുള്ള ലാർജ് നമ്പേഴ്സ് ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാൽക്കുലേഷൻ വളരെ ബുദ്ധിമുട്ടിലേക്ക് വരെ ഡൊമിനൻസ് കൂടുതൽ കാണിക്കും, വലിയ വാല്യൂസ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ മിൻ മാക്സ് നോർമലൈസേഷൻ, സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് അറിവിലേക്ക് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എ ബൊട്ടാണിസ്റ്റ് വാണ്ട് ടു ക്ലാസിഫൈ ഫ്ലവർ ഇൻറ്റു വൺ ഓഫ് ദ 3. അതായത് ഇവിടെ ഒരു മൾട്ടി, അതായത് ബൈനോമിയൽ അല്ല ഇവിടെ തന്നിരിക്കുന്നത്, അല്ല ബൈനറി അല്ല തന്നേക്കുന്നത്, ഒരു 3 ക്ലാസ് തന്നിട്ടുണ്ട്. സെയിം മെത്തേഡാണ്. എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ, നമുക്കിവിടെ ഡേറ്റാസ് തന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആദ്യം, അതായത് പുതിയ ഡേറ്റ ഇവിടെ തന്നിരിക്കുന്നത് 5.4ഉം 1.9ഉമാണ്. അപ്പോൾ ഓർഡേർഡ് ബൈ 5.4, 1.9 എന്ന് വരും പുതിയ പോയിന്റ്. ആ പോയിന്റ് എന്ത് ചെയ്യണം? ഫ്ലവർ A to G വരെയുള്ളവരുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. നമ്മുടെ K = 5 ആയിരുന്നു ക്വസ്റ്റ്യൻ തന്നെ. സോ നമ്മൾ ആദ്യത്തെ 5 വാല്യൂസിന് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഈ 5 വാല്യൂസും ഏതാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് വരുന്നത് നോക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ വെർജിനിക്ക എന്ന് പറയുന്ന ക്ലാസ് ആണ് നമുക്കവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. 3 എണ്ണം ഉണ്ട്. 5ൽ 3 എണ്ണവും വെർജിനിക്ക ആണെന്നുണ്ടെങ്കിൽ അത് എന്തിലേക്ക് പോകുന്നു? നമ്മളുടെ പുതിയ ഫ്ലവറും ആ ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്ത് നോക്കി കണക്ക് ചെയ്യരുത്. എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കിട്ടിയതിന് ശേഷം തന്നെത്താൻ അത് ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ മാത്രം ക്വസ്റ്റ്യനിലേക്ക് എന്നാൽ മാത്രമേ പഠിക്കുകയുള്ളൂ. നോക്കി ഇതേപടി എഴുതി വെച്ചാൽ ഒരിക്കലും പഠിക്കില്ല. സോ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെർജിനിക്കയിലേക്കാണ് വരുന്നത്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. കേരൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു.